ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. CUT PG 2024 അപേക്ഷാ സമർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ലിക്കേഷൻ ഫോം ഡേറ്റ് അപേക്ഷിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ്, അപേക്ഷയിൽ ചില കൺഫ്യൂഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യുക, കറക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ തുടങ്ങിയിട്ടൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ വിളിച്ച് ചോദിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ CUT-യുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് അറിയണമെന്ന് താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. CUT PG എൻട്രൻസ് എക്സാമിനേഷനിൽ അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷന്റെ അപ്ലിക്കേഷൻ ഫോമിലൊക്കെ അപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ ഒരു 2 ദിവസം നിങ്ങൾക്ക് കറക്ഷൻ ഉള്ള സമയം അനുവദിക്കാറുണ്ട്. അപ്പം CUT PG-യിലും അതുപോലെ തന്നെ കറക്ഷൻ വിൻഡോ നിലവിലുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം February 1 ശേഷം നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കറക്റ്റ് ചെയ്യാം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം നമ്മൾ കൊടുത്ത എല്ലാം കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞ സംഗതി ഒരുപക്ഷെ സാധ്യമായിക്കൊള്ളുന്നില്ല. ചില സംഗതികൾ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ടാവും, ചില സംഗതികൾ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അപ്പൊ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ വർഷത്തൊക്കെ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ പുതിയ നോട്ടിഫിക്കേഷനിൽ എന്തെങ്കിലും മാറ്റം വരാണെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം. ഏതായിരുന്നാലും എന്തൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്ത് നിങ്ങൾക്ക് കാറ്റഗറി, എന്ത് നിങ്ങൾക്ക് മാറ്റം വരുത്താം, കാറ്റഗറി നിങ്ങൾക്ക് മാറ്റം വരുത്താം. നിങ്ങൾ കൊടുത്തത് ജനറൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ OBC ആവാം. സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിൽ പിന്നീട് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കൊടുത്തത് ഒരുപക്ഷെ മാറിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതായിരിക്കാം, നിങ്ങൾ വേറെ ഏതോ അക്ഷയ സെന്ററിലൊക്കെ പോയ സമയത്ത് അങ്ങനെ സംഭവിച്ചായിരിക്കാം. അപ്പൊ കാറ്റഗറി യു ക്യാൻ ചേഞ്ച്. അപ്പൊ കാറ്റഗറി നിങ്ങൾക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാറ്റാന്ന് പറഞ്ഞാൽ കാറ്റഗറി നിങ്ങളുടെ കാറ്റഗറി മാറ്റാന്നുള്ളതല്ല, നിങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും പിശക് ഉണ്ടെങ്കിൽ അത് മാറ്റാവുന്നതാണെന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കാറ്റഗറി മാറ്റുന്ന സമയത്ത് അതിലുള്ള ഫീ ചേഞ്ച് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അതുകൂടി ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾ OBC ആണ് കൊടുത്തത്, OBC നിങ്ങൾ കൊടുത്തു പോയതാണ്, തെറ്റിപ്പോയതാണ് എങ്കിൽ നിങ്ങൾ OBC-യിൽ നിന്നും ജനറൽ കാറ്റഗറിയിലേക്ക് മാറുന്ന സമയത്ത് നിങ്ങൾ 1000 രൂപയാണ് അടച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 രൂപ കൂടി കൊടുക്കേണ്ടി വരും. അപ്പൊ ഫീ ചേഞ്ച് നിങ്ങൾ അപേക്ഷയുടെ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ ചെയ്യണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി, നിങ്ങൾക്ക് കോഴ്സുകൾ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് നേരത്തെ സെലക്ട് ചെയ്ത കോഴ്സുകളിൽ എന്തെങ്കിലും പുതിയ കോഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. നിലവിൽ സെലക്ട് ചെയ്ത കോഴ്സിൽ നിന്നും എന്തെങ്കിലും കുറക്കണമെങ്കിൽ കുറക്കാം. അപ്പോൾ കോഴ്സുകൾ കൂടുതൽ ആഡ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ പേപ്പർ കോഡുകൾ നിങ്ങൾ കൂടുതൽ ആഡ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കാം, നിങ്ങൾ ആകെ 2 പേപ്പർ കോഡിന് മാത്രമേ കൊടുത്തതെന്ന് കരുതുക. രണ്ടാമത്തെ പേപ്പർ കോഡിന് ശേഷം മൂന്നാമത്തെ ഒരു പേപ്പർ കൂടി നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അഡീഷണൽ ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ നേരത്തെ കൊടുത്തതിൽ നിന്നും കുറവാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫീ കുറവൊന്നും ഉണ്ടാവില്ല, പക്ഷേ അഡീഷണലി അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓർ കോളേജസ്, യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ സെലക്ട് ചെയ്തതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റം വരുത്താം. അതിന് ഈ പറഞ്ഞ പോലെ പ്രിഫറൻഷ്യൽ ഓർഡർ ഒന്നുമില്ല. യൂണിവേഴ്സിറ്റി യു ക്യാൻ ചേഞ്ച്, നോ ഇഷ്യൂ. യു ക്യാൻ ആഡ് മോർ യൂണിവേഴ്സിറ്റീസ്, you can delete universities, remove universities, no issue. നിങ്ങൾക്ക് 10 യൂണിവേഴ്സിറ്റി കൊടുത്തതിൽ നിന്നും 20 യൂണിവേഴ്സിറ്റി ആക്കണമെങ്കിൽ ആക്കാം, അതൊന്നും പ്രശ്നമില്ല. ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് സിറ്റി ആൻഡ് മീഡിയം ഓഫ് എക്സാമിനേഷൻ. സിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രിഫറൻസ് സിറ്റി ആയിട്ട് 2 സ്ഥലം കൊടുക്കാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ 2 സ്ഥലത്ത് നിങ്ങൾക്ക് ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ മീഡിയം ഓഫ് എക്സാമിനേഷൻ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണ് കൊടുത്തതെങ്കിൽ ഹിന്ദി ആക്കണമെങ്കിൽ ഹിന്ദി ആക്കാം. അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് വരുത്താനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും എന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന പോലെ കാൻഡിഡേറ്റ്സ് ഫാദേഴ്സ് മദേഴ്സ് നെയിം ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ എനി വൺ ഓഫ് ദീസ് ക്യാൻ ബി എഡിറ്റർ ഓർ ചേഞ്ച്. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് മാറ്റാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല, അതൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറ്റാം. അപ്പൊ നിങ്ങളുടെ ഒരു മൊത്തം തെറ്റിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കൊന്നും പിന്നെ ചെയ്യാനുണ്ടാവില്ല. ഒരു പക്ഷേ മദറിന്റെ നെയിം ആഡ് ചെയ്ത സമയത്ത് ചിലപ്പോൾ ഒരു അക്ഷരം കൂടിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയി, അങ്ങനത്തെ ഒക്കെ കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനി വൺ യു ക്യാൻ ചേഞ്ച്. അതുപോലെ തന്നെ ഇങ്ങനെ ഫോട്ടോഗ്രാഫ് മാറ്റാം, അങ്ങനൊന്നും പ്രശ്നമല്ല, സിഗ്നേച്ചർ മാറ്റാം, പക്ഷേ ഏതെങ്കിലും ഒന്നേ മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടാവുക ഒരുപക്ഷെ ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതിലതാണ് അതിൻ്റെതായിട്ടുള്ള സംഗതി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് ബോർഡ്, നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റി, നിങ്ങൾ പഠിച്ച ബോർഡ്, ഏത് ബോർഡിലാണ് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളത്, ഏതിലാണ് നിങ്ങൾ +2 പാസ്സായിട്ടുള്ളത്, ഏതിലാണ് നിങ്ങളുടെ ഡിഗ്രി പാസ്സായിട്ടുള്ളത് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലെന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇയർ ഓഫ് പാസിംഗ്,
നിങ്ങൾ പാസ്സായ ഇയർ ഈ പറയുന്ന പോലെ നമ്മൾ ഡിജിറ്റൽ ഈ പറയുന്ന പോലെ വെബ്സൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് ചെറിയ പിശകുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയർ ഓഫ് പാസിംഗ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് എക്സാമിനേഷൻ, നിങ്ങൾ ഈ പറയുന്ന ലാസ്റ്റ് എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത സംഗതികളെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നതാണ്. ജെൻഡർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇതൊക്കെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അബദ്ധത്തിൽ സംഭവിച്ചു പോയിട്ട് അത് കറക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, അബദ്ധത്തിൽ സംഭവിച്ചു പോയ പ്രശ്നങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള വേ തരും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്നതാണ്. അതുപോലെ തന്നെ സബ്ജക്ട്സ് ഇൻ ദ എക്സാമിനേഷൻ, അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള പേപ്പേഴ്സ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് യു ഹാവ് കറക്റ്റഡ് പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ കറക്ഷൻസ് ഉള്ളത് എന്നുള്ളത് മൊത്തം നോക്കിക്കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുന്നതാണ്. അതായത് വൺസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തയോ പിന്നെ എഡിറ്റ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്ന സമയത്താണെങ്കിൽ പോലും, ഇൻ ബിറ്റ്വീനുള്ള സമയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് വൺ ടൈം എഡിറ്റിനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ കറക്ഷൻ വിൻഡോ വരുന്നതിന് മുമ്പ് ഈ നിലവിൽ അപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ കറക്ഷൻ വരുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും നോട്ട് ചെയ്യുകയും അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കറക്ഷൻസ് വരുത്തുകയും ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ അതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ പെപ്പ് അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടിനും നിങ്ങൾക്ക് CUT PG യുമായി ബന്ധപ്പെട്ട ഗൈഡൻസുകൾ, ക്ലാസ്സുകൾ, മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുകയും ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.